അരുണാചൽ പ്രദേശിലെ തേജു പട്ടണത്തിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് ഭീഗുലിയാക് എന്ന വനപ്രദേശം. കാട്ടാനകളും കാട്ടുവാഴകളുമാണ് എവിടെയും കാണപ്പെടുക. കേവലം 50 വീട്ടുകാർക്ക് വേണ്ടിയാണ് ഈ കൊടും വനപ്രദേശത്ത് 2 കത്തോലിക്ക വൈദികർ ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുട്ടികൾ ആ രാത്രിയിൽ ദീപാവലി ആഘോഷിക്കുകയായിരുന്നു. പിറ്റേ ദിവസം അച്ഛൻ സ്കൂളൊക്കെ കാണിച്ചു തന്നു. ഓരോ ക്ലാസ്സിലും 6ഉം 7ഉം കുട്ടികൾ മാത്രം. അപ്പോൾ മനസ്സിലായി ആ ഗ്രാമത്തിൻ്റെ വലിപ്പം. എന്നിരുന്നാലും ആ ഗ്രാമത്തിനു വേണ്ടി 2 കത്തോലിക്ക വൈദികർ സുവിശേഷ വേല ചെയ്യുന്നു. അച്ഛൻ സ്കൂളിലെ കുട്ടികളെപ്പറ്റിയും പഠന രീതികളെപ്പറ്റിയും ഞങ്ങളോട് പറഞ്ഞു തന്നു. KG2 ക്ലാസ് റൂമാണ് നിങ്ങൾ കാണുന്നത്. അതായത് 2ാം വർഷം. ഗുഡ് മോർണിംഗ് സിറ്റ് ഡൗൺ. ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം കൊണ്ട് ഈ പിള്ളേർ ഇംഗ്ലീഷ് സംസാരിക്കാനും ഹിന്ദി സംസാരിക്കാനും പിക്കപ്പായി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരെ വെച്ച് നോക്കുവാണെങ്കിൽ കൂടുതൽ ബുദ്ധിപരമായിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു പിള്ളേരാണ് ഇവർ. പക്ഷേ നമ്മളിവരെ ട്രൈബൽസിൽ നിന്ന് വിളിച്ചാലും ഇവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെക്കാളും ഒരു പടി മുന്നിലാണ് ഇവർ. ഇത് UKGയിലെ ക്ലാസ് ടീച്ചറാണ്. ഈ വർഷം ഇവിടെ വന്ന് ചേർന്നതാണ് മിസ് അഞ്ജന. ക്ലാസ് 1 ആണിത്. ക്ലാസ് 1ൽ ഇതൊരു ഇവിടുത്തെ വന്നാൽ ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ഒരു ക്ലാസ്സാണ് ക്ലാസ് 1. 9 പിള്ളേർ 10 പിള്ളേരടുത്ത് ക്ലാസ് 1ലുണ്ട്. ഇത് ക്ലാസ് ടീച്ചറാണ്. ഈ വർഷം നമ്മൾ ജോയിൻ ചെയ്തതാണ്. ഇത് ലോക്കൽ ട്രൈബൽസാണ്. നമ്മുടെ മിസ്മി ട്രൈബൽ തന്നെയാണ് മിസ് കൊതൻസി. മിസ്മിയിൽ 2 വാചകം പറയാൻ പറ്റുമോ എന്തെങ്കിലും? मिस्मी लैंग्वेज में कुछ बोलने सकेगा? एनीथिंग? हाय, गुड मॉर्निंग और समथिंग, एनीथिंग यू कैन से इन मिस्मी लैंग्वेज. Ciao mom, che mom potensi mom, che va per me. Class 1 class teacher. ഇത് പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു അസൈൻമെൻറ്റ് പ്രോജക്റ്റാണ്. അപ്പോൾ പിള്ളേർ തന്നെ എന്തെങ്കിലും രീതിയിൽ അപ്പോൾ ക്ലാസ് 1 പിള്ളേരെ ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ്. അവരുടെ ക്രിയേറ്റിവിറ്റീസാണ് നിങ്ങൾ കാണുന്നത്. ക്ലാസ് 2 ആണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇവിടെ പിള്ളേർ മൊത്തം ഗുഡ് മോർണിംഗ് പ്ലീസ് ഡൗൺ 5 പേരുണ്ട്. ഇന്ന് 4 പേര് പ്രസൻ്റാണ്. ക്ലാസ് ടീച്ചറും ഈ ലോക്കൽ ട്രൈബ് തന്നെയാണ്. മിസ്മി തന്നെയാണ്. മിസ് ഇവിടെ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ സ്കൂളിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബിലോ 10 നമ്പർ 10 താഴെയുള്ള നമ്പറുകളാണ് ഒരേ ക്ലാസ്സിലുള്ളത്. എല്ലാം നമുക്ക് വില്ലേജ് ഒറ്റ ട്രൈബിലെ പിള്ളേർ മാത്രമേ ഉള്ളൂ. മിസ്മി ട്രൈബിലെ പിള്ളേർ മാത്രമേ ഉള്ളൂ. വേറെ പുറത്തുനിന്ന് പിള്ളേർ ആരും ഇല്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒറ്റ ഒരു വില്ലേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ഇവിടുന്ന് 20 കിലോമീറ്റർ നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്താലാണ് മെയിൻ റോഡിൽ ചെല്ലുള്ളൂ. അവിടുന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്ററോട് യാത്ര ചെയ്താലാണ് ഷോപ്പിംഗ് കാര്യങ്ങൾ ഒരു ഇത് മേടിക്കാനാണെങ്കിലും നമുക്ക് 40-48 കിലോമീറ്റർ യാത്ര ചെയ്യണം. ക്ലാസ് 5 ആണ് നിങ്ങളിത് കാണുന്നത്. ഇവിടുത്തെ സീനിയർ മോസ്റ്റ് സ്റ്റുഡൻസ് ആണിത്. ടീച്ചറും ഒരു ട്രൈബാണ്. ആദ്യ ട്രൈബിൽപ്പെട്ട ഒരാൾ. മിസ്മി ട്രൈബിൽ ആദ്യ ട്രൈബാണ്. 5 വർഷം കഴിഞ്ഞു. ഇത് 6ാം വർഷം റണ്ണിങ് ആണ് ടീച്ചറിൻ്റെ ഇവിടെ. ഇത് പിള്ളേരുടെ 5ാം ക്ലാസ്സുകാരുടെ പ്രോജക്റ്റ് വർക്കും കാര്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. കൃത്യമായ അച്ചടക്കത്തോടെയാണ് കുട്ടികൾ അസംബ്ലിക്ക് പോകുന്നതും വരുന്നതുമൊക്കെ. 2ാം ക്ലാസ്സിലെ കുട്ടികൾ പോലും അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുമത്രേ. അത്ര മികച്ച പഠന സൗകര്യമാണ് അവിടെ അച്ഛന്മാർ ഒരുക്കിയിരിക്കുന്നത്.
We have to welcome him in our school, in our village. Then 1, 2, 3, start. They will come, they will prepare themselves and they will come and present from class 5 to LKG students. Good morning to all respected fathers, teachers and my dear friends. My name is Kenny Bila. I study in class 4. I am from Patkai group. Patkai means our famous hills. Today I am going to deliver a thought of the day. The thought is never let yesterday use up too much today. I repeat my thought. Never let yesterday use up too much today. Now I will translate the thought in Hindi. बातें कल की അന്ന് ക്ലാസ്സിൽ ഹാജരാകാതിരുന്ന കുട്ടിയെ അന്വേഷിച്ച് അച്ഛൻ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പനിയായ കുട്ടികൾക്ക് അച്ഛൻ ഹനാൻ വെള്ളം പ്രാർത്ഥിച്ചു നൽകുന്നു. നമ്മളിപ്പോൾ വില്ലേജിലെ ഒരു വീടാണ്, നമ്മുടെ കാത്തിരി ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ് കയറുന്നത്. ഇത് വീട്ടിലെ കുടുംബനാഥയാണ്. ഇത് ഇവിടുത്തെ വില്ലേജിൻ്റെ മൂപ്പൻ്റെ മകൻ്റെ വീടാണ്. വില്ലേജ് കാമ്പുടയുടെ മകൻ്റെ വീടാണ് ഇത് കാണുന്നത്. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള വീട്. ഇതാണ്, ഇത് ബാമ്പുവാണ്, മുളയാണിത് മൊത്തം. മുളയടിച്ച് ഇങ്ങനെ തറയാക്കുന്നു, ഇത് കെട്ടുന്നു. ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ഇതാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. എന്നാൽ അസുഖമായിട്ട് സ്കൂളിൽ വന്നിട്ടില്ല, പനിയായിട്ട് കിടക്കുകയാണ്. ഇതാണ് അവരുടെ ജീവിതം. ഇവരിവിടെ ഭക്ഷണം പാകം ചെയ്യുന്നു. ഇത് ഗസ്റ്റ് റൂമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ നമ്മളെ വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിന് ചുറ്റുമാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് തീ കത്തിക്കും, അപ്പോൾ നമുക്ക് തണുപ്പ് ചൂട് കിട്ടും. എന്നാ തണുപ്പാണെങ്കിലും ഇവർക്ക് വേറെ റൂം ഹീറ്റ് ചെയ്യാനുള്ള വേറെ സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇതിനകത്ത് നിന്ന് തണുപ്പ് കയറും, കാറ്റ് കയറും 4 സൈഡിൽ നിന്നും. അപ്പോൾ ഇവർ ഇതിനകത്ത് തീ ഇട്ടിട്ട് ഇവിടെ ചുറ്റും കിടക്കും. അതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ വീട്ടിലെ ഒരവസ്ഥ. ഈ വീട്ടിൽ വന്ന് കയറിയുണ്ടായി. വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് വീട്ടിലെ ഒരു കൊച്ചു അസുഖം പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അവന് ഛർദി, വയറുവേദന. അപ്പോൾ നമ്മൾ ആര് വന്നാലും നമ്മൾ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഇവർ തന്നെയാണെങ്കിലും എല്ലാ വീട്ടിലും ഇങ്ങനെ വിശുദ്ധ ജലം അവർ സൂക്ഷിച്ചിട്ടുണ്ട്, ആശീർവദിച്ച ജലം സൂക്ഷിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇവർ ആദ്യം എടുത്ത് ഉപയോഗിക്കുന്നത് ഈ ആശീർവദിച്ച ജലമാണ്. അതിപ്പോൾ കാത്തലിക് ആയിക്കോട്ടെ, നോൺ കാത്തലിക് ആയിക്കോട്ടെ, ഇവർ സ്വന്തം ട്രൈബ് ആയിക്കോട്ടെ, അവർ ആരും എല്ലാവരും ഇവരുടെ വീട്ടിൽ കൂടെ വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളോട് വന്ന് ചോദിക്കും, ഞങ്ങൾക്ക് ഇച്ചിരി തരാമോ, നിങ്ങളുടെ ആശീർവദിച്ച ജലം തരാമോ. അവർ ചോദിക്കും. അവരെല്ലാവരും ഒരേ മനസ്സോടെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം വിശ്വാസം ഇവർക്ക് ഉണ്ട്. ഇതിനിടയിൽ ഒരു പുതിയ വീട്ടിൽ മൃഗങ്ങളുടെ തല സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിനെപ്പറ്റിയും അച്ഛൻ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. ഇത് എല്ലാ വീട്ടിൽ കൂടെ ഉണ്ട്. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ പൂജ നടത്തും. ഇവർ പൂജ നടത്തുമ്പോൾ ഇതാണ് മിഥുൻ സ്റ്റേറ്റ് ആനിമലാണ്, നമ്മുടെ സ്റ്റേറ്റ് ആനിമലാണ്. പിന്നെ ഇവർ കാട്ടുപോത്ത്, കാട്ടുമാന്, ഇങ്ങനെ എന്ത് ചെയ്താലും അതിൻ്റെ എല്ലാം ഇവർ ഇത് എടുത്ത് വയ്ക്കും. ഇത് എത്രയുണ്ടോ അതനുസരിച്ചാണ് വീടിൻ്റെ പ്രൗഢി എന്ന് പറയുന്നത്. ഇത് എത്ര പേര് അത് അത്രയും ശക്തനാണെന്നുള്ളത്, ഇത്രയും നായാട്ട് ചെയ്ത് നമ്മൾ നിങ്ങളെ കൊണ്ടുവന്ന് ഇത് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിമ്പിള്. ഇത് താമസിക്കുന്ന വീടാണിത്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒരു മക്കൾ വേറെ വേറെ വീട് വെച്ച് താമസിച്ച് പോകുന്നില്ല. ഇവർ ഒരേ സൈഡ് ഇങ്ങനെ അവർ നീളം കൂട്ടിയെടുത്ത് ഒരു സൈഡിൽ ഒരു മകനും ഭാര്യയും കുടുംബം അങ്ങനെ ആയിരുന്നു, മറ്റൊരിടത്ത് ഇങ്ങനെ അപ്പനിങ്ങനെ ഇട്ടെടുത്ത് ആ രീതിയിൽ ഒറ്റ കൂട്ടുകുടുംബമായിട്ട് ഇങ്ങനെ താമസിക്കുന്നു. കാരണം വീടിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ കാലം മാറും തോറും ഇവരും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഓല് പുല്ലുകൊണ്ട് മേഞ്ഞ വീട്. പകുതി അവർ സാമ്പത്തികം വന്നപ്പോൾ ടിന്നിയാക്കി, പകുതി അവർ ഇതാക്കി. ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ ഈ വോട്ടിന് വേണ്ടി കാറ് കൊടുക്കും. പഴയ കാറുകൾ മേടിച്ചു കൊടുക്കും, 20,000 രൂപ 30,000 രൂപയ്ക്കുള്ള ഒരു കാറിന്. അപ്പോൾ അത് എല്ലാ വീട്ടുകാർക്കും ഇങ്ങനെ ഇവർ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാം മേടിച്ചു കൊടുക്കും ഇവിടെ ഇങ്ങനെ. പിന്നീട് പോയത് അവിടെ പതിയെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിലേക്കായിരുന്നു. പണിയുന്ന പള്ളിയാണിത്, ചർച്ചാണിത്. സെൻറ്റ് ജോസഫിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയാണിത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷങ്ങൾക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ വില്ലേജ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു കുടുംബം ഇവിടെ കാത്തലിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ കാട്ടിപ്പോയി ഒരു അച്ഛൻ്റെ നേതൃത്വം, ചാക്കോ അച്ഛൻ എന്ന് പറയും, ആ അച്ഛൻ്റെ നേതൃത്വത്തിൽ പോയി തടി കൊണ്ടുവന്ന് വെട്ടിപ്പുണ്ടാക്കി. കാലക്രമേണ ആ തടിയെല്ലാം കുത്തി ദ്രവിച്ചു പോയി. അന്ന് ഇത് മേഞ്ഞിരുന്ന സാധനം എല്ലാം പോയി. ഇപ്പം മഴയത്ത് വെള്ളമാണ്, അതുപോലെ അതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി വന്നു. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് പലരുടെയും സഹായം കൊണ്ടും സന്മനസ് കൊണ്ടും നമ്മൾ ചെറിയ രീതിയിൽ ഈ ഒരു പള്ളി പണിത് ഉയർത്തുകയാണ് യേശുപിതാവിൻ്റെ നാമത്തിൽ. നമ്മുടെ വില്ലേജുകാർക്കൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. എല്ലാവരും ഇവർക്ക് ഏത് വിശ്വാസമാണെങ്കിലും ഇവർ നമ്മൾക്ക് ഒരു വിശ്വാസത്തിനും അവരെതിരല്ല. അവരെല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്.
പള്ളിയിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെയാണ് അച്ഛന്മാർ താമസിക്കുന്നത്. ഇതാണ് നമ്മൾ മുമ്പിൽ കാണുന്നതാണ് സ്കൂള്. നമ്മൾ സ്കൂള് LKG തൊട്ട് 5ാം ക്ലാസ് വരെയുണ്ട്. 7 ടീച്ചേഴ്സ് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിള്ളേർക്കുള്ള ഹോസ്റ്റൽ ഇതുവരെ ആയിട്ടില്ല. അച്ഛന്മാർ 2 പേരും. നമ്മുടെ ന്യൂമാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന മ്യാവ് രൂപതയുടെ ന്യൂമാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന സ്കൂളാണ്. ഞങ്ങൾ ഫാദേഴ്സ്, അഡോർമോ ഫാദേഴ്സ്.